ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഡിസൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ 2 സ്റ്റെപ്പ് ഓൾറെഡി ചെയ്തു. ഇതിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് റെഡി ആക്കേണ്ടത്, എങ്ങനെയാണ് ഡയഗ്രം വരയ്ക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഇതിന് തൊട്ട് മുമ്പുള്ള 2 വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അത് കാണാത്തവർ അതാദ്യം പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വീഡിയോ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസ്, സ്ട്രിങ് ആർട്ടിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മുടെ ഡയഗ്രം എല്ലാം സെറ്റായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അതിൻ്റെ ആദ്യത്തെ സെൻറ്ററിൽ നിന്നുള്ള ആദ്യത്തെ 4 പോയിൻറ്റ്സ് ഗ്യാപ്പാണ്. അതിന് ശേഷമാണ് നമ്മൾ നെയിൽ പോയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അവിടെ നിന്ന് 16 നെയിൽ പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ ആണി അടിക്കുക. ആണി അടിക്കുമ്പോൾ ഫുള്ളായിട്ട് ആണി കയറി പോകരുത്. ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ആണിയുടെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ അര ഭാഗം ഉള്ളിലേക്ക് കയറി പോയാൽ മതി. പിന്നെ ആണി അടിക്കുമ്പോൾ കൈമൊന്നും ചിറ്റിക വലിച്ചടിക്കാതെ നോക്കുക, പതുക്കെ അടിച്ചാൽ മതി. നമുക്ക് തിരക്കൊന്നുമില്ല. ഈ കാണുന്ന പോലെ ആണി പരമാവധി സ്ട്രൈറ്റ് ആയിട്ട് അടിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ആണി കുറച്ച് വളഞ്ഞു പോയാൽ നമ്മൾ ഒരു പ്ലെയറോ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചിറ്റി കൊണ്ട് തന്നെ പതുക്കെ തട്ടിയിട്ട് നേരെയാക്കിയാൽ മതി. നമ്മളിതാ ഈ കാണുന്ന പോലെ 16 പോയിൻറ്റ്സിലും നമ്മൾ ആണി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ കാണുന്ന പോലെ ആണി അടിക്കുക. ആണി അടിക്കുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാനെന്തായാലും ഫുള്ളായിട്ട് കാണിക്കണില്ല ആണി അടിക്കുന്നത്. നമുക്ക് കാര്യം മനസ്സിലാക്കിയിട്ടുള്ള നിലയ്ക്ക് ഞാൻ അത് ആണി അടിച്ചതിന് ശേഷമുള്ള ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ 2 വരി നമ്മൾ ആണി അടിച്ചു. 2 വരി ആണി അടിച്ചതിന് ശേഷമുള്ള ഇതാണത്. ഇപ്പോൾ 4 വരി നമ്മൾ ആണി അടിച്ചതിന് ശേഷം ഉള്ള റിസൾട്ടാണ്. ഇതാ നമ്മൾ കംപ്ലീറ്റ് എല്ലാ കോർണറിലും എല്ലാ ലൈനിലും നമ്മൾ ആണി അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഇതുപോലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ആണി നമ്മൾ ആദ്യം ആണി അടിക്കുമ്പോൾ ഫുള്ള് ആണി അടിച്ച് പോവുക. ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ അര ഭാഗം ആണി ഉള്ളിലേക്ക് കയറ്റി ഇങ്ങോട്ട് അടിച്ച് പോവുക. അതിനുശേഷം ഒരു പ്ലെയറോ അല്ലെങ്കിൽ ചുറ്റിക തന്നെ വെച്ച് അത് കറക്റ്റായിട്ട് നേരെയാക്കുക. പരമാവധി നേരെയാക്കാൻ നോക്കുക, കുറച്ചൊക്കെ വളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആണികളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഡയഗ്രം അതിൻ്റെ സെലോ ടേപ്പൊക്കെ ഊരി അതങ്ങ് പറിച്ച് കളയാം. അതിൻ്റെ കുറേ ചെറിയ പീസുകളൊക്കെ ആണിയോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. അതൊക്കെ പരമാവധി എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കുക. ചെറിയ തരിയൊക്കെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് കാണാൻ പോകണമെന്നില്ല. പേപ്പറൊക്കെ വലിച്ചു ഊരി കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെയൊരു റിസൾട്ട് ഇതുപോലെയാണ് കിട്ടുക. അപ്പം നമ്മുടെ സ്ട്രിങ് ആർട്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് പരിപാടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നൂല് വലിച്ചു കെട്ടുന്ന പരിപാടി മാത്രമാണ് നമുക്കുള്ളത്. അത് നമ്മൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായി നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആണിയൊക്കെ അടിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ട്രിങ് ആർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം.